വളരെ ഭക്തിസാന്ദ്രമായി മാകാളിയോട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് സുധാചന്ദ്രനെയും കൂട്ടരെയുമാണ് നമ്മൾ കാണുന്നത്. ഇത് വർഷാവർഷമായിട്ട് സുധാചന്ദ്രൻ നടത്തുന്ന ഒരു ദൈവികമായ ഒരു പരിപാടിയും കൂടിയാണ്, ഒരു വേർഷിപ്പിംഗ് ആണ്. ആ വേർഷിപ്പിങ്ങിനിടയിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് സുധാചന്ദ്രൻ ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയും നാളായിട്ട് ഒന്നും ഉണ്ടാകാതിരുന്ന ആ ഒരു ഭക്തിയുടെ നിറവിൽ നിൽക്കുന്ന സുധാചന്ദ്രൻ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം. ഈ ചടങ്ങ് നടക്കുന്നതിനിടയിൽ സുധയുടെ കയ്യിൽ നിന്ന് പോവുകയും കൂടെ ഉണ്ടായിരുന്ന ഒരു ഭക്തൻ്റെ കയ്യിൽ കടിക്കുകയും അങ്ങനെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സുധാചന്ദ്രനെ പിടിച്ചു നിർത്താൻ പാടുപെട്ടുകൊണ്ടിരുന്ന അവിടെയുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഒരിക്കൽ കൂടി. സുധാചന്ദ്രൻ ഒരു ടെലിവിഷൻ ആർട്ടിസ്റ്റ് മാത്രമല്ല, ബോളിവുഡ് സിനിമകളിൽ ഉൾപ്പെടെ സുധാചന്ദ്രൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പല പല സിനിമകളിലും സുധ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിൽ സജീവമല്ലെങ്കിൽ പോലും സുധ ചെയ്തു വെച്ചിരിക്കുന്ന വേഷങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. സുധാചന്ദ്രൻ ഒരു ഭരതനാട്യം ഡാൻസർ കൂടിയാണ്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് റാപ്പിഡ്ലിയാണ് വൈറലായത്. എന്തോ ദൈവികമായ ശക്തി സുധാചന്ദ്രൻ്റെ മേളിലേക്ക് വന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യവും നിൽക്കുന്നുണ്ട്. പലരും കാന്താരയിൽ ഋഷഭ് ഷെട്ടിക്ക് സംഭവിച്ചതുപോലെ സുധാചന്ദ്രന് ഇതിൽ സംഭവിച്ചു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കാന്താര എന്ന സിനിമ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. അതിനകത്ത് ഗുളികൻ കയറുക എന്നുള്ള രീതിയിലാണ് ഋഷഭ് പിന്നീട് ആ സിനിമയിലെ ക്ലൈമാക്സിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിരുന്നത്. അതുപോലെ സുധാചന്ദ്രന് സംഭവിച്ചു. അത് ദൈവികമായ എന്തോ ശക്തി സുധാചന്ദ്രൻ്റെ മുകളിൽ എത്തി. അത് കാരണമാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെറ്റിസൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. ഇതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് സുധാചന്ദ്രനോട് ജനങ്ങളും മാധ്യമങ്ങളും ഉൾപ്പെടെ ചോദിക്കുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികളൊന്നും തന്നെ സുധ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്, എന്തായിരിക്കും ആ കാരണം, ഇതാണ് എവരും ചോദിക്കുന്നത്.